ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം പറയുന്ന ആൾ മോന്ത ഒതുപ്പിച്ച് എന്ത് ചെയ്യാൻ പറ്റൂലേ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് അറിയാവോ? നമ്മുടെ വീഡിയോ ഉണ്ണിച്ചേട്ടൻ ഇവിടെ കുറേ ആൾക്കാരെ വളർത്തുന്നുണ്ട്. ഉണ്ണിക്കൂടെ കുറേ ആൾക്കാരെ ഇങ്ങനെ വളർത്തുന്നുണ്ട്. ആരെയൊക്കെയാണെന്ന് എൻ്റെ എല്ലാവർക്കും കാണണ്ടേ? ആദൂട്ടിക്കറിയാം. ആദൂട്ടീനെ ഇടയ്ക്ക് കൊണ്ടുപോയിട്ട് അഭിപ്രായം ചോദിക്കുന്നതൊക്കെ കേൾക്കാം. ആദൂട്ടിൻ്റെ ചിരി കണ്ടാലറിയാം എന്താണെന്നല്ലേ. ഇപ്പം ആദൂട്ടീനെ കൊണ്ടുപോയിട്ട് ഇടയ്ക്ക് അത് ഉണ്ണിക്കുട്ടൻ കാണിച്ചു കൊടുക്കുന്നത് കാണാം. അതുപോലെ തന്നെ ആദൂട്ടിക്ക് കാണാൻ വേണ്ടിയിട്ട് പെരക്കകത്ത് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഉണ്ണിക്കുട്ടൻ സ്കൂളിൽ പോയതാണ്. ഞാൻ നോക്കുമ്പോൾ ഇന്നത്തെ വീഡിയോ അതാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞാൽ വയനാട് വീഡിയോ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ നമുക്ക് എന്താണെന്ന് അത് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് പോവാം. വായോ എല്ലാവരും പോവല്ലേ? വായോ. വീടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ചെല്ലുമ്പോൾ ഇത് നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ സ്വന്തം സൈക്കിളാണ് കേട്ടോ. ഇവിടെ ഇങ്ങോട്ട് ചെല്ലുമ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ കാണാം. അപ്പം എല്ലാവരും ഓർക്കുന്നുണ്ടാവും എന്താണ് ഇത്. മൊത്തം എൻ്റെ ഒച്ചപ്പാട് കൊണ്ട് ഉണ്ണിക്കുട്ടൻ കാലിയാക്കിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാവേ. ഇതാണ് നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ ഒന്നാമത്തെ പെട്ടി. കണ്ടോ, ഇതിനകത്ത് കുറേ മീനുകളുണ്ട് കേട്ടോ. ഇത് തള്ളമീനും കുഞ്ഞുങ്ങളുമാണ് കേട്ടോ. കണ്ടോ കുഞ്ഞുങ്ങൾ, കുഞ്ഞു മീനുകൾ കണ്ടോ. ഉണ്ണിക്കുട്ടൻ ഇത് ഒന്നരാടം വെള്ളം മാറ്റി കൊടുക്കും കേട്ടോ. അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ ഉണ്ണിക്കുട്ടൻ വെള്ളം മാറ്റി കൊടുക്കും. ഇതാണ് നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ ഒന്നാമത്തെ പാത്രം. അപ്പം അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ വേറൊരു പാത്രം കേട്ടോ. ഉണ്ണിക്കുട്ടൻ എന്ത് കിട്ടിയാലും കണ്ടോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇത് തള്ളയും കുഞ്ഞുങ്ങളും ഉണ്ണിക്കുട്ടൻ മാറ്റിയിട്ടതാണ്. ഉണ്ണിക്കുട്ടൻ കുഞ്ഞൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ പെട്ടെന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിടിച്ച് ഇങ്ങോട്ട് മാറ്റിയിടും കേട്ടോ. അത് ഉണ്ണിക്കുട്ടനൊരു എന്താണെന്നറിയില്ല. ഉണ്ണിക്കുട്ടൻ ഇത് എവിടെ നിന്ന് പഠിച്ചെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇച്ചിരി കുഞ്ഞുങ്ങളാകുമ്പോഴത്തേക്കും ഉണ്ണിക്കുട്ടൻ പിടിച്ചിങ്ങോട്ട് മാറ്റിയിടും. വേറൊരു കാര്യവും കൂടി ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഒരു ചെറിയ കുഞ്ഞങ്ങാനും ചത്തുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആൾക്കങ്ങ് ഭയങ്കര വിഷമമാണ്. കക്കയുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ നമ്മുടെ ബാക്കിയുള്ളത് കാണാം കേട്ടോ. ഇതാണ് കേട്ടോ. ഇതാണ് ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട്. ആദ്യമൊക്കെ എനിക്ക് ഉണ്ണിക്കുട്ടനെ ഞാൻ ചീത്ത പറയുകയൊക്കെ ചെയ്യുമായിരുന്നെങ്കിലും ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ. കണ്ടോ മക്കൾ വരുന്നതുണ്ടോ? എല്ലാ മക്കളും കൂടി ഓടി വരുന്നതുണ്ടോ? വാ ഇങ്ങോട്ട് വാ. ഉണ്ണിക്കുട്ടന് ഭയങ്കര സന്തോഷവും ഹാപ്പിയൊക്കെയാണ് ഇതൊക്കെ. അപ്പോൾ ആ കൂടെ തന്നെ നമ്മളും എനിക്കും ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉണ്ണിക്കുട്ടൻ ഇങ്ങനെയൊക്കെ വളർത്തുന്നത്. മക്കൾ വരുന്നുണ്ടോ? വിളിക്കുമ്പോഴത്തേക്ക് ഓടി വരുന്നുണ്ട് മക്കൾ. ഓടി വാ കുഞ്ഞാ. കണ്ടോ നല്ല സ്നേഹമാണ് കേട്ടോ. ഇത് ഒരുപാടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഒരുപാടുണ്ട്. ചെടിയൊക്കെ ഇതൊക്കെ അവൻ എവിടുന്നോ കൊണ്ടേ വളർത്തുന്നതാണ് കേട്ടോ. നല്ല സ്നേഹമാണ്. ഉണ്ണിക്കുട്ടനെ കൂടുതൽ സമയം ഉണ്ണിക്കുട്ടൻ ചിലവാക്കുന്നത്, കുറേ സമയം നമ്മുടെ ആദൂട്ടിയുടെ കൂടെ, ബാക്കിയുള്ള സമയം മൊത്തം ചിലവാക്കുന്നത് ഉണ്ണിക്കുട്ടൻ ഇവരുടെ കൂടെയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. കണ്ടോ എല്ലാവരും കൂടി വിളിച്ചപ്പോഴത്തേക്ക് ഓടി വരുന്നത് ഒരുപാടുണ്ട്. ഉണ്ണിക്കുട്ടൻ ഇതിന് സ്പെഷ്യലായിട്ട് തീറ്റയൊക്കെ മേടിച്ച് വെച്ചേക്കുവാണ് കേട്ടോ. നമ്മുടെ ഉണ്ണിക്കുട്ടൻ അങ്ങനെയാണ്. എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനോട് ഭയങ്കര ശ്രദ്ധയാണ്. കണ്ടോ ഒരുപാടുണ്ട്. ഒരുപാട് പെരുകി കഴിയുമ്പോൾ അവൻ ആർക്കെങ്കിലൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഇതാണ് ഇത്. ഇനി അടുത്തത് കാണാവേ. കാണിക്കുന്നത് ഇതാണ് കേട്ടോ. ഇതിനകത്തും കുഞ്ഞു മീനുകളാണ്. കണ്ടോ ചെറിയ മീനുകളാണ്. പിന്നെ ഉള്ളത് അടുത്തത് ഇതാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ബായോ ഇത് അത്യാവശ്യം വലിപ്പമുള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ എന്തൊക്കെയാണ് എന്നൊക്കെ അനുസരിച്ച് ഉണ്ണിക്കുട്ടൻ തിരിച്ച് വെക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. അത് പിന്നെ ഇത് അടുത്തത് ഇതിനകത്തും ഉണ്ട് കേട്ടോ. ഒരുപാടുണ്ട്. ഇതിനകത്ത് തീറ്റ എന്തൊക്കെയോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കുഞ്ഞുങ്ങളാണ് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടില്ലേ കുഞ്ഞുങ്ങൾ. അപ്പോൾ ഉണ്ണിക്കുട്ടൻ ഇത് 2 മീനിൽ നിന്ന് തുടങ്ങിയതാണ് കേട്ടോ. 2 മീനിൽ നിന്ന് തുടങ്ങിയിട്ട് ഉണ്ണിക്കുട്ടൻ ഒരുപാട് മീനുകളായി. ആൾക്ക് വയനാട്ടിൽ പോകുമ്പോൾ ചെറിയൊരു വിഷമം എന്ന് പറഞ്ഞാൽ ഇതിനെയൊക്കെ ഇവിടെ ആക്കിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തിന്നുവോ എന്തെങ്കിലും മറിച്ച് കളയോ അങ്ങനത്തെ പേടിയൊക്കെയാണ്. പക്ഷെ നമ്മൾ നമ്മുടെ സോനുക്കുട്ടനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നതെല്ലാം. ഇതുണ്ടോ ഇതിനകത്ത്. അടുത്തത് ഇതാണ് കേട്ടോ. എന്നെ കണ്ടപ്പോഴത്തേക്ക് ഓടുകയാണ് 2 ചേട്ടന്മാർ. അടുത്തത് ഇതാണ് കേട്ടോ. സൂപ്പറല്ലേ. അടുത്തത് ഇതാണ്. അത് കഴിഞ്ഞിട്ട് ഇത് കേട്ടോ അനക്കണില്ല കേട്ടോ. 2 കറമ്പിക്കുഞ്ഞുങ്ങൾ. 2 കറമ്പിക്കുഞ്ഞുങ്ങളാണ്. 2 കറമ്പിക്കുഞ്ഞുങ്ങൾ കേട്ടോ. ഉണ്ണിക്കുട്ടൻ
ലൈവിൽ വന്നപ്പോൾ ഉണ്ണിക്കുട്ടനെയൊക്കെ എല്ലാവർക്കും അറിയാം. ഇതാണ് നമ്മുടെ കറമ്പി കുഞ്ഞുങ്ങൾ. കണ്ടില്ലേ നമ്മുടെ കറമ്പി കുഞ്ഞുങ്ങളെ? അത് കഴിഞ്ഞിട്ട് ഇതിനകത്തൊന്നും ഇല്ലേ അമ്പാ, ഇത് ചേട്ടൻ അത് മൂടി വെച്ചേക്കുവാണ് കേട്ടോ. പച്ച മീനാണ്, ഇത് മൂടി വെച്ചിട്ട് പോയതാ. ഇത് എനിക്കൊന്നും ഇത് ആരും കാണാതെ ആരും എടുക്കാതെ ഇരിക്കാനെങ്ങാണ്ട് മൂടി വെച്ചതാണെന്ന് തോന്നുന്നു കേട്ടോ. പാവം. ഞാൻ പറയും എനിക്കിഷ്ടമല്ല, ഇതിനെടുത്ത് മാറ്റടാ, അങ്ങനെയാടാ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഉണ്ണിക്കൊണ്ട് ചീത്ത പറയും. പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ. ഇതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ വീട്ടിലുള്ളതുങ്ങളല്ലേ, ഒരുപാട് മീനുണ്ട് കേട്ടോ, ഒരുപാട് മീൻ ഉണ്ട്. നമ്മളെ പച്ചക്കുഞ്ഞുങ്ങൾ കാണുന്നില്ലേ, നമ്മുടെ പച്ചേനെ എല്ലാവരും. നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങോട്ട് വാ മക്കളെ, ഇങ്ങോട്ട് വാ, വായോ എല്ലാവരും വായോ. ഇത് ഞാനിപ്പോഴാണ് കാണുന്നത് കേട്ടോ. കുറേ പച്ച എവിടേക്കോ കൊണ്ടേ വെച്ചതുണ്ട്. ഇത് നിങ്ങൾക്ക് പേടിയാന്ന് തോന്നുന്നു, മറ്റേത് നിങ്ങൾക്ക് കുഴപ്പമില്ല, ഇത് നിങ്ങൾക്ക് പേടിയാന്ന് തോന്നുന്നു കേട്ടോ. അപ്പം അതെന്തായാലും ഓടി ഓടി പോകുന്നുണ്ട്. അടുത്തത് ഇതാണ് നമ്മുടെ ഉണ്ണിയുടെ ഫേവറേറ്റ് കേട്ടോ. ഇതിനകത്ത് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ, ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. ഇത് കറുത്ത ഷീറ്റും എല്ലാം കൂടി ആയിട്ട് കാണാനിട്ടാണ് കേട്ടോ. കറുത്ത കുഞ്ഞുങ്ങളാണ് കേട്ടോ, കുഞ്ഞുങ്ങൾ. ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കുഞ്ഞുങ്ങൾ ഉണ്ട്. ഉണ്ണിക്കുട്ടനൊക്കെ എന്താണോ ഭയങ്കര ഒരു ഇഷ്ടമാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതേ ഇതിനകത്തും ഉണ്ട് കേട്ടോ. ഇത് കാണുന്നില്ല. പിന്നെ ഉള്ളത് അതെ നമ്മുടെ ഒരാൾ കിടക്കുന്ന കിടപ്പ് കണ്ടോ. വലിയൊരു മീൻ. ഇനി ഇതിന് വേണ്ടിയിട്ടാണ് എന്നോടൊരു പാത്രം തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. വീട്ടിൽ കൊണ്ട് അമ്മ എനിക്കൊരു പാത്രം തരുമോ, അയ്യോ പാത്രം തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനൊരു വലിയ പാത്രമൊക്കെ ആക്കി കൊടുത്ത് ഇതിനൊക്കെ വെള്ളമൊക്കെ നിറച്ച് വെക്കണം കേട്ടോ. അതെ ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. വലുതാണ് കേട്ടോ, വലുതെന്ന് പറഞ്ഞാൽ വലുതാണ്, വലിയ കുഞ്ഞാണ്. ഇത് ചക്കരേ കൊത്താതേടാ, എന്നെ തട്ടിയിട്ട് പോവുകയാണ്. കുഞ്ഞിപ്പാലു ഇവിടെ വാടാ. ഉണ്ണിക്കുട്ടൻ്റെ മുന്നിൽ നിന്ന് ഞാൻ ഇതുങ്ങളെ കണ്ടോ, വലുതാ. ഉണ്ണിക്കുട്ടൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ ഇതുങ്ങളുടെ അടുത്തൊന്നും വരില്ല കേട്ടോ. വന്നു കഴിഞ്ഞാൽ ശരിയാകത്തില്ലേ, അവിടെ ഞാൻ ഇതുങ്ങളുടെ അടുത്തൊന്നും വരില്ല ഉണ്ണിക്കുട്ടൻ്റെ മുമ്പിൽ നിന്ന്. അയ്യോ ഇതിങ്ങനെ കണ്ട വെച്ചിട്ട് വരുന്ന അവൻ എന്നെ ഓടിക്കും കണ്ടോ. വലിയ തരണം അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇത്രയാണ് കേട്ടോ, ഇത്രയും കുഞ്ഞുങ്ങൾ ഇതിനകത്ത് എല്ലാത്തിനും ഉണ്ട്. ഒരുപാടുണ്ട്. ഉണ്ണിക്കുട്ടന് ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഉണ്ണിക്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഉണ്ണിക്കുട്ടന് വേറെ പ്രത്യേകിച്ച് പുറത്ത് പോകും കൂട്ടുകാരുടെ കൂടെ എന്നൊക്കെ അല്ലാതെ ഉണ്ണിക്കുട്ടൻ വേറെ ഒന്നിനോടും ആരുടെയും കൂടെ ഒന്നിനും കളിക്കാനും ഒന്നിനും ഉണ്ണിക്കുട്ടൻ പോകത്തില്ല കേട്ടോ. ഉണ്ണിക്കുട്ടൻ അങ്ങനെ ഒരു പ്രത്യേക ടൈപ്പാണ്. ഇതിനകത്ത് വേറെ വലിയ എന്തോ ഒരു മീനാണ് ഇതിനകത്ത് കിടക്കുന്നത്. അപ്പം അതുകൊണ്ട് ഉണ്ണിക്കുട്ടന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ തിരിക്കുന്നത് ഇങ്ങനത്തേനോടൊക്കെയാണ്. ഞാൻ വിചാരിച്ചു എല്ലാവരെയും ഒന്ന് കാണിച്ചു തരാമെന്ന്. എന്നും ഞാൻ പറയും ഉണ്ണിക്കുട്ടൻ ഞാൻ ഇപ്പോൾ എടുക്കും. ഉണ്ണിക്കുട്ടൻ വേണ്ട അമ്മ എന്നൊക്കെ പറയും. പക്ഷെ എന്നാലും കണ്ടോ ഇത് മൊത്തം ഉണ്ണിക്കുട്ടൻ്റെയാണ്. ആ ഒരെണ്ണം മാത്രം അവിടുന്ന് ഒഴിവാക്കണം എന്ന് പറയുന്നുണ്ട്, എന്താണെന്നറിയത്തില്ല. അപ്പം ഇതാണ് കേട്ടോ. പിന്നെയുള്ള 2 പേര് അതെല്ലാവരും കണ്ടിരിക്കുന്നതാണ് കേട്ടോ. 2 പേരെ മക്കളെ ഇത് കണ്ടോ. ഇനി ഇവർ 2 പേരെ എല്ലാവരും കാണുന്നതല്ലേ. ഇവർ 2 പേരുമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആദൂട്ടി അവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ കറമ്പൻ കിടപ്പുണ്ട്, കറമ്പൻ പൂച്ച. മാറി ഞാൻ പോട്ടെ. മോ എന്നാ പൊക്കോ നേരെ പൊക്കോ. പെരക്കകത്ത് കയറിയല്ല കേട്ടോ, ആദൂട്ടികളുണ്ട്. ഇവരാണ് നമ്മുടെ വീട്ടിലുള്ളത്. നമ്മുടെ വീട്ടിൽ കേട്ടോ, പെരേൻ്റെ ഉള്ളിൽ അക്വേറിയത്തിൽ കൊണ്ടുപോയി ഇട്ടേക്കുന്നതാണ്. നമ്മുടെ ആദൂട്ടിക്ക് കാണാൻ വേണ്ടിയിട്ട് ഉണ്ണിച്ചേട്ടൻ കൊണ്ടുപോയി വെച്ചേക്കുന്നതാണ് കേട്ടോ. കുറേ ഉണ്ട് കേട്ടോ. ഇല്ലേ കുറേ ഉണ്ടായിരുന്നല്ലോ ഉണ്ണി ആദൂട്ടി. അപ്പോൾ ഇത് നമ്മുടെ വീടിനകത്ത് കൊണ്ടുപോയി അക്വേറിയത്തിൽ കൊണ്ടുപോയി വെച്ചതാണ് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ മീൻ വളർത്തൽ. ഞാനെല്ലാം കാണിച്ചിട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരാൾ പിണങ്ങി കിടക്കുന്നു. ആദൂട്ടിനെ കൊണ്ടുപോയില്ലല്ലോ. ആദൂട്ടിനെ കൊണ്ടുപോയാൽ പിന്നെ അമ്മയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് കൊണ്ടുപോകാത്തത്. ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ മീൻ കാണാൻ പോകും. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഉണ്ണിച്ചേട്ടൻ്റെ പരിപാടിയൊക്കെ. ഇങ്ങനെ മോന്ത വെറുപ്പിക്കരുത്, ഇങ്ങനെ പറഞ്ഞേക്കാം ഞാൻ, ഇങ്ങനെ മോന്ത വെറുപ്പിക്കരുതെന്ന്. മാള് പോര് കുത്തിയോ? മാള് എന്തോ പോര് കുത്തിയിട്ടുണ്ട് അല്ലേ മോനെ?
ഒന്ന് പോടാ. അപ്പം ഉണ്ണിച്ചേട്ടൻ്റെ ഒക്കെ കണ്ടല്ലോ അല്ലേ, ഉണ്ണിച്ചേട്ടൻ്റെ മീൻ വളർത്തലൊക്കെ കണ്ടില്ലേ. അപ്പം എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഉണ്ണിക്കുട്ടന് മീൻ വളർത്തലൊക്കെ ഉണ്ട്, അടിപൊളിയായിട്ട് ഉണ്ണിക്കുട്ടൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. പിന്നെ നമ്മൾ പെരയ്ക്കകത്തുണ്ട് കേട്ടോ, അതുകൂട്ടിക്ക് കാണാൻ വേണ്ടിയിട്ട്. പെരയ്ക്കകത്ത് കുറച്ച് മീനുണ്ട്, അതും കൂടി എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ആദൂട്ടി അമ്മ വരുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ. എല്ലാവർക്കും ആദൂട്ടിയുടെ വരെ കക്കരുമ്മ.